ഈ കടല വെച്ചിട്ട് ഒരു സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കറുത്ത കടലയാണ്. അതിൻ്റെ കൂടെ ഇത്രയും തേങ്ങ, പിന്നെ അത്ര ഉള്ളി, എരി കുറവ് മതി. ഇതുകൊണ്ട് ഇങ്ങനെ മുളക് എരി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആട്ടോ ഇവിടെ. പക്ഷേ ഇപ്പോൾ എരിന് ഞങ്ങളുടെ മേടത്തിനൊന്നും എരി വേണ്ട. അപ്പോൾ ഇത്രയും സാധനം ചേർത്തിട്ടാണ് ഞാൻ ഈ സാലഡ് ഉണ്ടാക്കുന്നത്. ഉള്ളി വറുത്ത് കോരി എണ്ണയിലേക്ക് നമ്മുടെ കടല, നമ്മുടെ സാലഡ് ഉണ്ടാക്കാനുള്ള കടല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കടലയാണ് ഇത്. നമ്മൾ ആ ഉള്ളി വറുത്ത് വെച്ച എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി, നല്ല ഫ്രൈ ആക്കണ്ട കേട്ടോ, ഒന്ന് മീഡിയം രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മല്ലിയില കൊടുക്കുവാണ്. സാലഡ് ഉണ്ടാക്കാൻ വെച്ച് ഇതിൻ്റെ അകത്തേക്കാണ് കടലയ്ക്കകത്തേക്കാണ് ഇച്ചിരി മല്ലിയില തൂക്കിയിട്ട് കൊടുത്തത്. ഒരാളുണ്ടല്ലോ നന്നായിട്ട് കുറച്ച് പച്ചമുളകൊക്കെ വെട്ടിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ മേടത്തിന് എരി വേണ്ട. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കിട്ടെ. ഇവിടെ എരി ഒട്ടും അവർ കഴിക്കില്ല, അപ്പം ഒട്ടും കഴിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് എടുക്കുന്നത്. കുറച്ച് പച്ചമുളക് തോനെയിട്ടാൽ വേറെ എടുക്കാം, ഭയങ്കര ടേസ്റ്റായിരിക്കും. പച്ചമുളകോ കാന്താരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എരി കഴിക്കുന്നവർക്ക് എരിയും കൂടെ കുറച്ചുകൂടെ എരി ചേർത്ത് കഴിച്ചാൽ നല്ലൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കോരിയെടുക്കാൻ പോവാണേ. ഒന്ന് കോരിയെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി കേട്ടോ. ഞാനതൊന്ന് കോരിയെടുക്കാൻ പോവാണേ. ഇതായിട്ട് വന്നിട്ടുണ്ട്. റെഡിയാക്കി വെച്ച അത് കടലയില്ലേ, നമ്മുടെ കടലയ്ക്കകത്തേക്ക് ഇത്രയും ഉള്ളി ഇടുവാണേ. വേവിച്ച് വെച്ച കടലയാണത്. ഉള്ളി ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കോളെ. തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളെ. അപ്പം എല്ലാം കൂടി ഇത്രയും സാധനം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുവാണേ. ഇതിൻ്റെ അകത്തേക്ക് ആ മസാല നമ്മളൊന്ന് ഫ്രൈ ആക്കി വെച്ചിരുന്നില്ലേ, കടല, അതിൻ്റെ അകത്തേക്കാണ് ഇതൊന്ന് റെഡിയാക്കുന്നത്. ഇതിൻ്റെ അകത്തിപ്പോൾ തേങ്ങയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഒരു തൈര് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ തൈര് ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. നല്ല കട്ട തൈര് വേണം, വെള്ളമുള്ള തൈര് ഇടില്ലേ. അപ്പോൾ ഈ തൈരും കൂടി ചേർത്തൊന്ന് സാലഡ് ഈ പരുവത്തിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മീതയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഉതറി കൊടുക്കാമേ. അപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതില്ലേ, എന്താ പറയുന്നത്, എഗ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും എപ്പോഴും ഒരു ഇത് വേണ്ടേ, ഒരു ചേഞ്ചസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഈ കടല വെച്ചിട്ട് ഒരു സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കറുത്ത കടലയാണ്. അതിൻ്റെ കൂടെ ഇത്രയും തേങ്ങ, പിന്നെ അത്ര ഉള്ളി, എരി കുറവ് മതി. ഇതുകൊണ്ട് ഇങ്ങനെ എരി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആട്ടോ ഇവിടെ. പക്ഷേ ഇപ്പോൾ എരിന് ഞങ്ങളുടെ മേടത്തിനൊന്നും എരി വേണ്ട. അപ്പോൾ ഇത്രയും സാധനം ചേർത്തിട്ടാണ് ഞാൻ ഈ സാലഡ് ഉണ്ടാക്കുന്നത്. ഉള്ളി വറുത്ത് കോരി എണ്ണയിലേക്ക് നമ്മുടെ കടല, നമ്മുടെ സാലഡ് ഉണ്ടാക്കാനുള്ള കടല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കടലയാണ്. നമ്മൾ ആ ഉള്ളി വറുത്ത് വെച്ച എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി, നല്ല ഫ്രൈ ആക്കണ്ട കേട്ടോ, ഒന്ന് മീഡിയം രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മല്ലിയില കൊടുക്കുവാണ്. സാലഡ് ഉണ്ടാക്കാൻ വെച്ച് ഇതിൻ്റെ അകത്തേക്കാണ് കടലയ്ക്കകത്തേക്കാണ് ഇച്ചിരി മല്ലിയില തൂക്കിയിട്ട് കൊടുത്തത്. ഒരാളുണ്ടല്ലോ നന്നായിട്ട് കുറച്ച് പച്ചമുളകൊക്കെ വെട്ടിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ മേടത്തിന് എരി വേണ്ട. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കിട്ടെ. ഇവിടെ എരി ഒട്ടും അവർ കഴിക്കില്ല, അപ്പം ഒട്ടും കഴിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് എടുക്കുന്നത്. കുറച്ച് പച്ചമുളക് തോനെയിട്ടാൽ വേറെ എടുക്കാം, ഭയങ്കര ടേസ്റ്റായിരിക്കും. പച്ചമുളകോ കാന്താരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എരി കഴിക്കുന്നവർക്ക് എരിയും കൂടെ കുറച്ചുകൂടെ എരി ചേർത്ത് കഴിച്ചാൽ നല്ലൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കോരിയെടുക്കാൻ പോവാണേ.
കോരിയിട്ട് അത് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി കേട്ടോ. ഞാൻ അതൊന്ന് കോരിയെടുക്കാൻ പോവാണ്. ഇതായിട്ട് വന്നിട്ടുണ്ട്. റെഡിയാക്കി വെച്ച അത് കടലയില്ലേ, നമ്മുടെ കടലയ്ക്കകത്തേക്ക് ഇതാ ഇത്രയും ഉള്ളി ഇടുവാണ്. വേവിച്ച് വെച്ച കടലയാണത്. ഉള്ളി ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ. തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളേ. അപ്പം എല്ലാം കൂടി ഇത്രയും സാധനം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എഗ് ബിരിയാണിയുടെ കൂടെ കഴിച്ച് നോക്കേ, അടിപൊളിയാട്ടോ. സാലഡ് ഈ പരുവത്തിൽ വന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് അതിൻ്റെ മീതയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഉതറി കൊടുക്കാമേ. അപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതില്ലേ, എന്താ പറയുന്നത്, എഗ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും എപ്പോഴും ഒരു ഇത് വേണ്ടേ, ഒരു ചേഞ്ചസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ. ഇതിൻ്റെ അകത്തേക്ക് ആ മസാല നമ്മളൊന്ന് ഫ്രൈ ആക്കി വെച്ചിരുന്നില്ലേ, കടല, അതിൻ്റെ അകത്തേക്കാണ് ഇതൊന്ന് റെഡിയാക്കുന്നത്. ഇതിൻ്റെ അകത്തിപ്പോൾ തേങ്ങയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഒരു തൈര് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ തൈര് അതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. നല്ല കട്ട തൈര് വേണം, വെള്ളമുള്ള തൈര് ഇടല്ലേ. ഈ തൈരും കൂടി ചേർത്തൊന്ന് എഗ് ബിരിയാണിയുടെ കൂടെ കഴിച്ച് നോക്കേ, അടിപൊളിയാട്ടോ.